നമ്മൾ ഈ മനുഷ്യ വന്യജീവി സംഘർഷം അത് നിരവധി സ്ഥലങ്ങളിൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കോയമ്പത്തൂരിലേക്ക് പോവുകയാണ്. അവിടുത്തെ വീട്ടുകാർ രാവിലെ CCTV ദൃശ്യം നോക്കിയപ്പോൾ അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കാരണം ആ വീടിന്റെ മതില് ചാടിക്കയറി കോഴിയെ പിടികൂടുന്ന ഒരു പുള്ളിപ്പുലിയുടെ ദൃശ്യങ്ങളായിരുന്നു ആ CCTVയിൽ ആ വീട്ടുകാർ കണ്ടത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ കോയമ്പത്തൂരിലെ സോമയന്നൂരിലെ ഒരു പ്രദേശത്താണ് ഈ പുള്ളിപ്പുലി എത്തുന്നത്. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് രഞ്ജുഷ രാമകൃഷ്ണൻ പറഞ്ഞു തരും. രഞ്ജുഷ, എത്രയോ ദൃശ്യങ്ങൾ നമ്മൾ ഇങ്ങനെ കാണുന്നതാണല്ലേ, ഇതിപ്പോൾ കാടിനടുത്താണോ എന്നൊന്നും ചോദിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അത്രത്തോളം പ്രശ്നങ്ങൾ ഓരോ മേഖലയിലും അനുഭവിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? പൂജ, കോയമ്പത്തൂരിലെ സോമയന്നൂർ വില്ലേജിലെ പഴനിയപ്പൻ ഔട്ട്ലെറ്റിൽ നിന്നുള്ള ഭീതിജനകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അത്രയും അധികം ഭീതി പടർത്തുന്ന ഒരു ദൃശ്യങ്ങളാണ്. 10 അടിയോളം ഉയരമുള്ള മതിലിൻ്റെ മുകളിലിരിക്കുന്ന കോഴിയെ ആക്രമിച്ചുകൊണ്ടാണ് പുലി തിരിച്ചു പോകുന്നത്. ഈ ഒരു വില്ലേജ് എന്ന് പറയുന്നത് വളരെ അധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് ജനങ്ങൾക്കൊന്നും ആക്രമണം നേരിട്ടില്ല എങ്കിൽ പോലും ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയത് ആളുകളെയെല്ലാം വളരെ അധികം ഭീതിയിലായിത്തീയിട്ടുണ്ട്. നമുക്കറിയാം, ആ ഒരു സ്ഥലത്ത് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം, നിരവധി ബൈക്കുകളും സൈക്കിളുകളും എല്ലാം ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത്. നമുക്കറിയാം, ജനവാസ മേഖലയിൽ ഇപ്പോൾ വന്യമൃഗങ്ങളെല്ലാം ഇറങ്ങുന്നത് വളരെയധികം സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ വനം വകുപ്പ് ഈ ഒരു ദൃശ്യങ്ങൾ പുറത്ത് വന്നിരിക്കുന്നത് ഇപ്പോഴാണെങ്കിലും ഈ ഒരു സംഭവം നടന്നത് മെയ് 29-നാണ് ഈ ഒരു സംഭവം. പക്ഷേ ഇപ്പോഴാണ് ഈ ഒരു ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ എല്ലാം വളരെ അധികം വൈറലായിരിക്കുന്നത്. ഈ പുലി ഇറങ്ങിയ CCTV ദൃശ്യങ്ങൾ പുറത്ത് വന്ന ആ സമയത്ത് തന്നെ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും വനം വകുപ്പ് ഈ ഒരു പുലിക്കായി തിരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പുലി പിടിയിലായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്തായാലും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഓരോ മേഖലയിൽ നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൽ എത്ര സംഭവങ്ങളാണ് കാണുന്നത് അല്ലേ? ഇതേപോലെ തന്നെയാണ് പുറത്തെയും നാട്ടിലൊക്കെ ഈ രീതിയിലുള്ള ഓരോ പ്രശ്നങ്ങളുണ്ട്. എന്ത് ചെയ്യാം അല്ലേ? ശരി രഞ്ജുഷ.